ഹായ് ഹലോ ദിസ് ഈസ് മുഫീദ ഫ്രം ചമൻ മെഹന്തി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈൻസ് ആണ്. വൈൻസിൻ്റെ എല്ലാ എലമെൻസും ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നതും നമ്മൾ കോമൺലി കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു വൈനാണ് ഇപ്പോൾ വരക്കുന്നത്. അതായത് പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന ലീഫ് ഉണ്ടല്ലോ, ആ ലീഫ് വെച്ചിട്ടുള്ള വൈന്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് എന്നിട്ട് നമ്മളതിൻ്റെ രണ്ട് സൈഡിലും പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് ഈ വൈൻസ് വരക്കണം. അങ്ങനെ നമുക്ക് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈന് കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ രണ്ട് വശത്തായിട്ട് കൊടുക്കുന്ന രീതിക്കാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കർവ്ഡ് ലൈനിൽ ഈ വൈൻസ് എങ്ങനെ വരക്കാം എന്നാണ്. കർവ്ഡ് ലൈനിൽ ഞാൻ വരക്കുന്നത് ഒരു എസ് ഷേപ്പിലാണ്. അത് രണ്ടെണ്ണം വരക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് കുറച്ച് നാരോ ആക്കി വരണം, ഒരു തണ്ട് പോലെ. എന്നിട്ട് നമ്മൾ വൈൻ വരക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കണം. ആ വേവ് ലൈനിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ വൈൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ആ വേവിൻ്റെയും വൈനിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വൈൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലും ഒരു എസ് ലൈനിലും എങ്ങനെയാണെന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അടുത്തടുത്തായിട്ടുള്ളൊരു വേവിൽ ഈ വൈൻസ് എങ്ങനെ കൊടുക്കുക എന്നാണ്. ഇങ്ങനെ വേവ് കൊടുത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുഴി വരുന്ന ഭാഗത്തായിട്ട്, വേവിൻ്റെ കുഴി വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ വൈൻസ് കൊടുത്താൽ അങ്ങനെ നമുക്ക് ഒരു വൈൻ പാറ്റേൺ കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ടിയർ ഡ്രോപ്പ് വെച്ചിട്ടുള്ള വൈനാണ്. അതിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈനിൽ ഇതിൽ കൊടുക്കുന്നില്ല, അത് ഈസി ആണല്ലോ. എസ് ലൈനിൽ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്നാണ്. നമ്മൾ വൈൻ കൊടുത്ത പോലെ തന്നെ എസ് ലൈനിൻ്റെ, അതായത് കർവ് വരുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ ലൈനിലൊക്കെ കൊടുക്കുമ്പോൾ മേലെ ഭാഗത്തേക്ക് എത്തുമ്പോൾ സൈസ് കുറച്ച് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. താഴെ ഭാഗത്ത് സൈസ് കൂടി മേലെ എത്തുമ്പോഴത്തേക്കും സൈസ് കുറയ്ക്കുന്ന രീതിക്കാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ വൈൻ പാറ്റേണും ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനിലും എസ് ലൈനിലും വേവ് ലൈനിലൊക്കെ വരയ്ക്കണം. വൈന്, ടിയർ ഡ്രോപ്പ് എല്ലാം ഇങ്ങനെ വരയ്ക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് അത് ഉപകാരപ്പെടും. ഇനി നമ്മൾ നോക്കുന്നതാണ് ഇൻവേഴ്സ് വൈന്. ഇൻവേഴ്സ് വൈന് കാണുമ്പോൾ വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നും, പക്ഷേ ഈസിയാണ്. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻവേഴ്സ് ലൈന് നമ്മൾ ഇങ്ങനെ പാരലായിട്ടുള്ള രണ്ട് ലൈൻസ് കൊടുക്കുക, കുറച്ച് വിട്ടുള്ളത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ രണ്ട് ഡോട്ടഡ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഈ സ്ട്രക്ചർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. ഒരു ലീഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ആ ഒരു ലീഫ് പോലെ വരും. അതിൻ്റെ രണ്ട് സൈഡും ലാസ്റ്റ് ഡാർക്കൻ ചെയ്യുമ്പോൾ ഇതൊരു ലീഫായിട്ട് തോന്നും. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക രണ്ട് സൈഡിൽ നിന്നും. ഈ ഉള്ളിലുള്ള ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടുവിൽ ആദ്യം രണ്ട് ലൈൻ കൊടുത്തത്. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വരയ്ക്കുന്ന ആ ലീഫ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് കൂട്ടിമുട്ടരുത്. കൂട്ടിമുട്ടിയാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ലാസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻവേഴ്സ് വൈന് കിട്ടും. ഇത് തന്നെ ഇനി നമുക്കൊരു കർവ്ഡ് ലൈനിൽ എങ്ങനെ കൊടുക്കുക നോക്കാം. ആ ഒരു ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഡയറക്ഷൻ നമ്മൾ നോക്കി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു രീതിക്ക് വരച്ച് കർവ്ഡ് ലൈനായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് വരച്ചാൽ ഇൻവേഴ്സ് വൈന് ശരിയാകും. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഡാർക്കൻ ചെയ്യുക. ഇത് ഞാൻ പഠിക്കാൻ കുറേ കാലമെടുത്തു. ഇത് പെട്ടെന്നൊന്നും വഴങ്ങി കിട്ടില്ല. നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ തന്നെ വഴങ്ങുള്ളൂ. എനിക്ക് തന്നെ ശരിയാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഡാർക്കൻ ചെയ്യാനുള്ളൊരു മെത്തേഡാണിത്. ഇതുപോലെ ഒരു ഔട്ടർ ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാർക്കൻ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡാർക്കൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നെഗറ്റീവ് വൈനാണ് നോക്കുന്നത്. നെഗറ്റീവ് വൈനിലും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു എസ് ലൈന് കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എസ് ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തുടങ്ങുന്നിടത്ത് കുറച്ച് വീതി കൂടുതലും അവസാനിക്കുന്നിടത്ത് മേലെ ഭാഗത്തായിട്ട് വീതി കുറവായിട്ട് വരക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കർവ് വരുന്നിടത്തൊക്കെ അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്ട്രെയിറ്റ് ഒന്നും ആയി പോകരുത്. അതേ ഷേപ്പിൽ അതേ ഡയറക്ഷനിൽ ലീവ്സ് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോ ലീഫിൻ്റെ ഉള്ളിലായിട്ട് ലീഫ് വെയിൻസ് വരച്ചു കൊടുക്കുക.
ഈ നെഗറ്റീവ് വൈൻ വരയ്ക്കേണ്ട ഒരു മെത്തേഡാണിത്. ഇനി ഒരു ഈസി ട്രിക്ക് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ വെയിൻ വരയ്ക്കുക, എന്നിട്ട് അതിന് ചുറ്റിലായിട്ട് ലീഫ് വരയ്ക്കുക. വെയിൻ വരയ്ക്കുമ്പോൾ നമ്മളുടെ കർവിൻ്റെ അതേ ഡയറക്ഷനിൽ വെയിൻ വരച്ചിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ലീഫ് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഈ നെഗറ്റീവ് വൈന് വരയ്ക്കാൻ പറ്റും. ആദ്യം ഒരു ലൈൻ കൊടുക്കുക, എന്നിട്ട് അതിന് ചുറ്റായിട്ട് ലീഫ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നെഗറ്റീവ് വൈൻ കിട്ടും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിന് ചുറ്റുമായിട്ട് എൻഡ് പോർഷനിലായിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേ പ്രഷറിൽ നമ്മൾ ചെയ്യാൻ നോക്കണം. ഒരേ പ്രഷർ കൺട്രോളൊക്കെ പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതുപോലെ ഒരേ പ്രഷറിൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വരച്ച ലീവ്സിൻ്റെ അറ്റത്തായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക, ഒരു ചെറിയ ഔട്ട്ലൈൻ കൊടുക്കുക, വലിയ ഗ്യാപ്പില്ലാതെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒരേ പ്രഷറിൽ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫില്ലിങ് കിട്ടും. ഔട്ട്ലൈൻ വരക്കാതെ ചെയ്യുന്നതിനെക്കാട്ടിയും പെർഫെക്ഷൻ വരുന്നത് ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ നോക്കുന്നത് വേറൊരു ടൈപ്പ് വൈനാണ്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ലീഫ് ഒരു പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് വരയ്ക്കുന്ന ലീഫാണ്. ആദ്യം ഒരു തിൻ ലൈനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് തിക്കായി വന്ന് തിന്നാക്കും. അതൊന്ന് കർവ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഒന്ന് ചെയ്യുക. ഇങ്ങനത്തെ ലീഫ് വരച്ചിട്ട് നമുക്ക് ഒരു വൈൻ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ലീഫ് വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രഷർ കൺട്രോളിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ടുണ്ടാകും. തിന്നായിട്ട് വന്നിട്ട് പിന്നെ ഒന്ന് തിക്കായി വന്ന് തിന്നായി വരിക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു ലീഫ് സ്ട്രക്ചർ വരും. ഇങ്ങനത്തെ ലീഫി സ്ട്രക്ചേഴ്സാണ് എപ്പോഴും നമ്മൾ വൈൻസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ നോക്കിയ വൈൻ പാറ്റേൺസിലെല്ലാം ഒരു എലമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പല എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു വൈൻ പാറ്റേൺ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിലാദ്യം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ വൈൻ വരച്ചിട്ട് 2 ലൈൻസ് വരക്കുന്നതാണ്. ലൈൻ വരക്കുമ്പോൾ കട്ടിയുള്ള ലൈനായിട്ട് വരക്കരുത്. നമ്മളൊരു ഷെയ്ഡ് കൊടുക്കുന്ന പോലെ ഷെയ്ഡിങ് മെത്തേഡിലുള്ള ലൈൻ പോലെ കൊടുക്കണം. അത് സ്മൂത്തായിട്ട് ഇരിക്കണം. അതായത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ലൈനായിട്ട് തോന്നുകയും ചെയ്യരുത്. ഒരു ഷെയ്ഡിങ് പോലെ കൊടുക്കുന്ന 2 ലൈൻസ്. ഇങ്ങനെ വൈനും ലൈൻസും കണ്ടിന്യൂസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ലിൻ്റെയൊക്കെ ഒരു രൂപം വരുന്ന വൈൻ പാറ്റേൺ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ വേറെ ഒന്നുകൂടി മിക്സ് ആൻഡ് മാച്ച് ആക്കി നോക്കാം. ആദ്യം നമ്മളൊരു വൈൻ കൊടുത്തു, എന്നിട്ട് പിന്നെ ഒരു ഡോട്ടഡ് കർവ്ഡ് ലൈനാണ് കൊടുക്കുന്നത്. ഇങ്ങനെ അറ്റത്ത് ഡോട്ട് കൊടുത്തിട്ടുള്ള കർവ്ഡ് ലൈൻ കൊടുക്കുക. പിന്നെയും നമുക്കിതുപോലെ വൈൻ കൊടുക്കാം, എന്നിട്ട് പിന്നെയും കർവ്ഡ് ലൈൻ കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലൈനിനെ, അതാദ്യം വരയ്ക്കുന്ന കർവ്ഡ് ലൈനിന് സമാന്തരമായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ അതേ ഡയറക്ഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. ഈ വൈൻ പാറ്റേൺസൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രൈഡൽ ഡിസൈൻസോ അല്ലാതെ നമ്മൾ അറബിക് ഡിസൈൻസൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യുക. ബ്രൈഡൽ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫില്ല് ആവാണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ലൈൻ വരച്ച് ഇതുപോലെ 2 സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗിയുള്ള ഡിസൈനായി കിട്ടും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ നോക്കാം. നമ്മൾ ഇതുപോലെ ഒരു വേവി ലൈൻ വരച്ചു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴിയുന്ന ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ ടിയർ ഡ്രോപ്പ് വരയ്ക്കുക. ടിയർ ഡ്രോപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചെറുത് വരയ്ക്കണം, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ വരയ്ക്കണം. പിന്നെ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കുഴീൻ്റെ ഉള്ളിൽ എത്ര ടിയർ ഡ്രോപ്പ് വരയ്ക്കുന്നുണ്ടോ അത് തന്നെ മൊത്തം ആ പാറ്റേണിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഇതിൽ 4 എണ്ണമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണം തന്നെ മൊത്തം നമ്മൾ വരയ്ക്കണം. ഇങ്ങനെയാകുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ വരച്ച വേവിനേക്കാളും ഒരു ചെറിയ വേവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എസ് ലൈനിൽ കൊടുത്ത പോലെ വൈനും ഡോട്ടഡ് കർവും ഉള്ള ഡിസൈൻ ഉണ്ടല്ലോ, ആദ്യം വൈൻ കൊടുക്കുക, എന്നിട്ട് പിന്നെ ഡോട്ടഡ് കർവ് കൊടുക്കുക. ഈ സംഭവം നമ്മൾ ഈ വേവിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരിത് കിട്ടും. വേവിൽ കൊടുക്കുമ്പോൾ ആ വേവിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഈ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഡയറക്ഷനും ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള സാധനം കിട്ടുക. ഇത് രണ്ടും 2 ഡിസൈനായിട്ട് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും, ഒരുപോലെ തോന്നുമില്ല. ഈ വൈനും കർവ്ഡ് ലൈനും കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറേ പാറ്റേൺസ് ഉണ്ടാക്കാം. ഇപ്പോൾ 2 എലമെൻറ്റ്സ് യോജിപ്പിച്ചിട്ടാണ് ഞാൻ പുതിയ പാറ്റേൺ ഉണ്ടാക്കിയത്. ഇതിന് പകരം 3 or 4 എലമെൻറ്റ്സ്
യോജിപ്പിച്ചിട്ട് നമുക്ക് ഓരോ വൈൻ പാറ്റേൺ ഉണ്ടാക്കാം. ടിയർ ഡ്രോപ്പ്, വൈന്, കർവ്ഡ് ലൈന് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോരോ പുതിയ വൈൻ പാറ്റേൺസ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് വേറൊരു മെത്തേഡിലാണ്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു സ്വേള് കൊടുത്തു. സ്വേള് കൊടുക്കുമ്പോൾ വലിയ ചുറ്റൊന്നുമില്ലാത്ത ഒറ്റ ചുറ്റിൽ ഒതുങ്ങുന്ന സ്വേളാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് 2 ടിയർ ഡ്രോപ്പ് കൊടുത്തു. ടിയർ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈസ് കൂടി വരുന്ന രീതിക്ക് ആദ്യം ചെറുത് പിന്നെ അതിൻ്റെ വലുത് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ 2 ഡോട്ട് ഇട്ടു. പിന്നെയും നമ്മൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഈ സ്വേളും ടിയർ ഡ്രോപ്പും കർവ്ഡ് ലൈനൊക്കെ വെച്ചിട്ട് പല രീതിക്ക് നമുക്ക് പാറ്റേൺസ് ആക്കി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു നെഗറ്റീവ് വൈനാണ്. നമ്മൾ നേരത്തെ ലീഫ് വരച്ചതിന് പകരം കുറച്ച് നാരോ ലീവ്സ് വരയ്ക്കുന്നത്, തടിയുള്ള ലീഫല്ലാതെ. അതായത് ഹമ്പ് പോലെ തോന്നും, പക്ഷേ ഇത് വലിപ്പം കുറഞ്ഞു വരണം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും ഒന്ന് ഡാർക്കൺ ചെയ്യുക. അപ്പം നല്ല ഭംഗിയുള്ള ഒരു നെഗറ്റീവ് വൈനാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ അറ്റം ഡാർക്കൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ പ്രഷറിൽ ഡാർക്കൺ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒറ്റയടിക്ക് ഡാർക്കൺ ചെയ്യാൻ വേണമെങ്കിൽ അതിൻ്റെ മേലെ ഔട്ടർ ലൈൻ വരച്ചിട്ട് അങ്ങനെയും ഡാർക്കൺ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അങ്ങനെ ചെയ്യാം. ഇതൊരു നെഗറ്റീവ് വൈനാണ്. ഇന്ന് നമ്മൾ ഇത്രയും വൈൻസാണ് നോക്കിയത്. ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് യുവർ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്.